വിശുദ്ധ മത്തായി സുവിശേഷം അധ്യായം 18. അക്കാലത്ത് യേശു തന്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഒരാൾക്ക് 100 ആടുകൾ ഉണ്ടായിരിക്കെ അതിലൊന്ന് വഴിതെറ്റിപ്പോയാൽ 99 മലയിൽ വിട്ടിട്ട് അവൻ വഴിതെറ്റിയതിനെ അന്വേഷിച്ചു പോവുകയില്ലയോ? കണ്ടെത്തിയാൽ അതിനെക്കുറിച്ച് വഴിതെറ്റിപ്പോകാത്ത 99 എന്നതിനേക്കാൾ അവൻ സന്തോഷിക്കുമെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഇതുപോലെ ഈ ചെരുവിൽ ഒരുവൻ പോലും നശിച്ചു പോകുവാൻ എന്റെ സ്വർഗസ്ഥനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല. ദൈവതിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ ഇടയ ദൗത്യത്തിന്റെ ആത്മീയത ധ്യാനിക്കാം. നമ്മെ കരുതുന്ന, സംരക്ഷിക്കുന്ന, വീണ്ടെടുക്കുന്ന, കണ്ടെത്തുവോളം അന്വേഷിക്കുന്ന ഒരു നല്ല ഇടയും നമുക്കുണ്ട്. ജീവിതത്തിന്റെ ഏതൊരു പാപത്തിലും ഭാരത്തിലും ജീവിതത്തിൽ ദുരിതങ്ങളിലും വീണു പോകുമ്പോൾ നമ്മെ അന്വേഷിച്ച് കണ്ടെത്തി തോളിലേറ്റി വീണ്ടെടുക്കുന്ന നല്ല ദൈവം. വലിയൊരു പ്രത്യാശയുടെ ബലമാണിത്. ദൈവം എപ്പോഴും നമ്മെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നു. കണ്ടുകിട്ടുവോളമുള്ള ദൈവത്തിന്റെ അന്വേഷണം അത് നമ്മെ അത്ഭുതപ്പെടുത്തുകയും വല്ലാതെ നൊമ്പരപ്പെടുത്തുകയും ചെയ്യുന്നു. തെറ്റ് ചെയ്തിട്ടും കുറ്റങ്ങളിൽ ഏറെ അകപ്പെട്ടു പോയിട്ടും ഒത്തിരി അകന്നു പോയിട്ടും വീഴ്ചകളേറെ ഉണ്ടായിപ്പോയിട്ടും അവൻ നമ്മെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നു. 100 ആടുകളിൽ ഒന്ന് നഷ്ടപ്പെട്ടപ്പോൾ ഇടയന്റെ ഹൃദയം ത്രസിക്കുന്നു. അവൻ ആകുലനും അസ്വസ്ഥനുമാകുന്നു. 99 ആടുകളുണ്ടല്ലോ എന്ന് കരുതി ആ നല്ല ഇടയന് സമാധാനിക്കാൻ കഴിയാതെ പോകുന്നു. സത്യത്തിൽ ആ നഷ്ടപ്പെട്ടു പോയ ഒരു ആട് ഞാനോ നിങ്ങളോ ആണ്. ദൈവത്തിന് നാം ആകുന്ന ഒരാട്ടിൻകുട്ടി ഏറെ പ്രിയപ്പെട്ടതാണ്. അത് കണ്ടുകിട്ടാതെ അവന്റെ സന്തോഷം പൂർണ്ണമാകുകയില്ല. ഈ പുണ്യഭൂമിയിൽ മക്കൾ എത്ര തെറ്റ് ചെയ്താലും മാതാപിതാക്കൾക്ക് അത്ര കണ്ട് മക്കളെ ഉപേക്ഷിക്കാൻ കഴിയില്ല. വേദനയിലും നൊമ്പരപ്പെടുത്തുന്ന വാക്കുകൾ മാതാപിതാക്കൾ മക്കളുടെ ജീവിതചര്യയെക്കുറിച്ച് പറയുമ്പോഴും അവിടെ ഉള്ളിൽ സ്നേഹവും കരുതലും വാത്സല്യവും വീണ്ടെടുപ്പും മാത്രം. ഈ ഭൂമിയിലെ ജന്മം നൽകിയ മാതാപിതാക്കൾക്ക് നമ്മുടെ ജീവിതത്തിന്റെ ബലക്കുറവുകളെ അതിജീവിച്ച് ഇത്രമാത്രം ഉൾക്കൊള്ളുവാനും അംഗീകരിക്കുവാൻ കഴിയുന്നുവെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിന് നമ്മെ എത്ര അധികമായി ഉൾക്കൊള്ളാൻ കഴിയും? നോക്കൂ, മരണത്തിന്റെ ഇരുൾ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും ഒരനർത്ഥവും എനിക്ക് സംഭവിക്കില്ല. കാരണം എന്റെ രക്ഷിതാവ് എന്നോടൊപ്പമുണ്ട്. ഈ പ്രത്യാശയുടെ ബലമാണ് ജീവിതത്തിൽ ഏതൊരു വീഴ്ചയിലും തിരികെ വരുവാൻ പ്രേരണ നൽകുന്നത്. വീണ്ടെടുപ്പിന്റെ കാലഘട്ടമാണല്ലോ ഇത്. ആഗമന കാലത്തിന്റെ ഈ പ്രത്യാശയിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ജീവിതത്തിൽ തകർന്നു പോകാതെ, അധികം അകന്നു പോകാതെ ഇടയന്റെ സ്വരം കേട്ട് തിരികെ വരുവാൻ നമുക്ക് പരിശ്രമിക്കാം. ഒരുപക്ഷെ തിരികെ വരുവാൻ കഴിയാത്ത വിധം പാപത്തിന്റെ മുൾപ്പടപ്പിൽ വീണുപോയെങ്കിൽ നമുക്ക് സ്വരമുയർത്തി നിലവിളിക്കാം. ആ നിലവിളി കേട്ടെടുത്തേക്ക് ആരും വരാൻ സാധ്യതയില്ലാത്ത മുൾപ്പടപ്പിലേക്ക് എൻ്റെ ദൈവം കടന്നു വരികയും വീണ്ടെടുപ്പിന്റെ രക്ഷയും കൃപയും അവൻ നൽകുക തന്നെ ചെയ്യും. കാരണം അവൻ നമ്മെ അത്രമാത്രം സ്നേഹിക്കുന്നു. സത്യത്തിൽ ഇടയന്റെ അശ്രദ്ധ കൊണ്ടല്ല ആട്ടിൻകുട്ടി വഴിതെറ്റിപ്പോയത്. ഇടയന് ആട്ടിനോടുള്ള സ്നേഹവും സ്വാതന്ത്ര്യവുമായിരുന്നു അത്. ആ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് ഈ ആട് കൂട്ടത്തിൽ നിന്ന് അകന്നു പോവുക. എന്നാൽ നീ ക്രിസ്തു സ്നേഹത്തിൽ നിന്ന് എങ്ങനെ തന്നെ അകന്നു പോയാലും, മനഃപൂർവ്വമാണെങ്കിലും അല്ലെങ്കിലും നിന്നെ തേടി നടക്കുന്ന ഒരു ദൈവം നിനക്കുണ്ട്. അത് വീണ്ടെടുപ്പാണ്. കണ്ടുകിട്ടുമ്പോൾ തോളിലേറ്റുന്ന സ്നേഹമാണ്. ശിക്ഷിക്കുവാനോ ശാസിക്കുവാനോ അല്ല, മറിച്ച് സ്വർഗത്തിൽ വലിയ സന്തോഷത്തിന്റെ വിരുന്നൊരുക്കുവാനാണ്. ചെറിയവരായ നമ്മളിൽ ഒരുവൻ പോലും നശിച്ചു പോകുവാൻ സ്വർഗസ്ഥനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുവാൻ വേണ്ടിയാണ് ക്രിസ്തു ഈ ഉപമ പറഞ്ഞത്. ഓർക്കുക, നാം എത്ര ചെറിയവരാണെങ്കിലും ഈ ദൈവം നമ്മെ കൃപയോടുകൂടി സ്നേഹിക്കുകയും നമ്മുടെ വീണ്ടെടുപ്പിൽ വലിയ ആനന്ദവും ആഹ്ലാദവും ഉളവാകുകയും ചെയ്യുന്നു. എല്ലാം ഉപേക്ഷിച്ച് തന്റെ നഷ്ടപ്പെട്ട ആടിനെ അന്വേഷിക്കുന്ന ഇടയന്റെ മനസ്സ് ദൈവത്തിന്റെ മനസ്സാണെങ്കിൽ നമുക്ക്
ഈ ഇടയന്റെ സ്നേഹത്തിൽ നിന്ന് അകന്നു പോകാതിരിക്കാം. അവന്റെ സ്നേഹബലങ്ങളിൽ അർത്ഥവും അഭയവും കണ്ടെത്തുവാൻ വേണ്ട ആത്മീയ കൃപാവരത്തിനായി ഈ ദിനം പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.